ഇറാൻ US സ്ഥിരം വെടിനിർത്തലിന് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നാളെ നിർണായകമായ ചർച്ച നടക്കും. ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞു. വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് അമേരിക്കയിലെ പ്രതിനിധി സംഘത്തെ നയിക്കുക. ഇറാനുമായുള്ള താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെ ലെബനോണിലെ ഔദ്യോഗിക ഭരണകൂടവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മധു കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും തത്സമയം മോർണിംഗ് ഷോയിൽ വരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള ചർച്ചയാണ് ഇസ്ലാമാബാദിൽ നടക്കുന്നതെന്നാണ് നമുക്ക് വിശ്വാസം. കൂടുതൽ വിവരങ്ങൾ എന്താണ്? അമേരിക്കയുടെ നിലപാട് ആത്മാർത്ഥതയുള്ള ആണ് എന്ന് കരുതാമോ? ഗുഡ് മോർണിംഗ് എസ്കേൻ. അമേരിക്ക ഇറാൻ നിർണായക ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ എത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫും നയിക്കുന്ന സംഘങ്ങളാണ് വ്യാഴാഴ്ച രാത്രി പാകിസ്ഥാനിൽ എത്തിയത്. US സംഘത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരിക്കും നയിക്കുന്നത്. എസ്കേൻ, JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ, അതുപോലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി സ്പീക്കറും ഒക്കെ നേരിട്ട് ഉള്ള ചർച്ചകൾക്കായിട്ട് എത്തുന്നത് ഈ രണ്ട് രാജ്യങ്ങളും ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ടാങ്കറുകളിൽ നിന്ന് ഇറാൻ കപ്പൽ നികുതി ഈടാക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നതോടെ ഡൊണാൾഡ് ട്രംപ് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായിട്ട് ഇന്ന് വരികയുണ്ടായി. നിലവിലെ വെടിനിർത്തൽ കരാറിനെ ബാധിക്കുന്ന തരത്തിൽ ഉള്ള ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ഇറാൻ ഉടൻ പിന്മാറണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് NBC ന്യൂസിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കുമെന്ന് നെതന്യാഹു തനിക്ക് ഉറപ്പ് നൽകിയതായിട്ട് പറയുകയും ചെയ്തു. ഇതൊക്കെ പാകിസ്ഥാനിൽ നടക്കുന്ന ഈ സമാധാന ചർച്ചകൾ സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം എസ്കൈൻ, അമേരിക്കയുമായിട്ടുള്ള ഈ സമാധാന ചർച്ചകൾ ലെബനോനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കുന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായി വ്യക്തമാക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉൾപ്പെടുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് US ഇപ്പോൾ ഈ വാഗ്ദാനങ്ങളൊക്കെ ലംഘിക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതേസമയം ഇസ്രായേലും ലെബനോനും തമ്മിൽ നടക്കാനിരിക്കുന്ന ഈ ചർച്ചകളെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രോസ് ഇന്ന് സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ബെയ്റൂട്ടിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾ ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാറിനെ അപകടത്തിലാക്കുമെന്ന് ഗട്രോസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം നിലവിലെ ഈ സംഘർഷത്തെ ഈ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട് നടത്തിയത് ഒരു മൂന്നാം യുദ്ധം ഇറാന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണെന്നും ഇപ്പോൾ നടക്കുന്നത് ഇറാന്റെ ദേശീയ വിജയമാണെന്നും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരമോന്നത നേതാവ് അയത്തുള്ള മുസ്തഫ ഖമേനി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം അയൽ രാജ്യങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്കൊക്കെ അത് നഷ്ടപരിഹാരം ഈടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊരു പ്രസ്താവന രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയ്ക്കായിട്ട് ഒരു പ്രത്യേക മിഷൻ തന്നെ രൂപീകരിക്കുവാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടൻ തന്നെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഉറപ്പുകൾ നൽകണമെന്ന് ഇന്ന് വാഷിംഗ്ടണിൽ NATO ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടോ സഖ്യകക്ഷികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഇപ്പോൾ ഖത്തറിലുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹം ഇന്ന് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതേസമയം നമുക്ക് ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിച്ചെങ്കിലും അമേരിക്കൻ ഓഹരി വിപണി നല്ല രീതിയിലാണ് അവസാനിച്ചിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ഏതാണ്ട് $95 മുകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്തു. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.